ഇതൊരു ഇഡ്ഡലി പുരാണമൊന്നും അല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലിയിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് വന്നില്ല അല്ലേ. ചമ്മന്തി ഉണ്ടാക്കി, പച്ചമുളക് ചേർത്ത ചമ്മന്തിയാണ്. പിന്നെ ഇഡ്ഡലി മാവിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കുന്നവരുണ്ട്. ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഉപ്പിട്ട് മാവ് ഉപയോഗിച്ച് ചുട്ടു എന്നുള്ളൂ. അപ്പോൾ അവന് ബുൾസൈ വേണമെന്ന്. അപ്പോൾ ബുൾസൈ ഉണ്ടാക്കി. അവന് ബുൾസൈ നല്ല രീതിയിലൊക്കെ കിട്ടി, നല്ല ഷേപ്പിൽ തന്നെ പൊട്ടിപ്പോകാണ്ട് കിട്ടി. എൻ്റെ ബുൾസൈ ഒരുമാതിരി വക്ക് പൊട്ടിയ ബുൾസൈ ആയിപ്പോട്ടോ. ഇതിൽ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കിയാൽ മതി. വക്ക് പൊട്ടിയ ബുൾസൈ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അത് അങ്ങനെ കഴിച്ചു. പിന്നെ ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും ചോറുണ്ടാക്കണമെന്നൊക്കെ ആലോചിച്ച് വേണോ വേണ്ട എന്നുള്ള രീതിയിൽ പോയി. കുറച്ച് പച്ചരി ഇരുന്നത് പാലൊഴിച്ച് പായസം പോലെ ഉണ്ടാക്കാമെന്ന് കരുതി, പഴമൊക്കെ കീറിയിട്ടിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അത് എൻ്റെ ബുൾസൈ കണ്ടോ, വക്ക് പൊട്ടിയ ബുൾസൈ ഇതാണ്. അപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കി ഒരുവിധം പാകമായി, പാലൊക്കെ ഒഴിച്ച് തിളച്ച് വന്നു. അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് തിളക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗ്യാസ് ഡുമ്മെന്നും പറഞ്ഞ് തീർന്നു. അപ്പോൾ അത് കുക്ക് ചെയ്ത് മാറ്റി വെച്ചു അടച്ച്. പിന്നെ നമ്മൾ എന്നാൽ പിന്നെ ഇൻഡക്ഷനിൽ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇൻഡക്ഷനിൽ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ടു. ടക്കെന്ന് പറഞ്ഞ് ഞാൻ ഓഫ് ചെയ്തു ഇൻഡക്ഷൻ. പക്ഷേ പിന്നീട് അതങ്ങോട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി അതുകൊണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഗ്യാസ് തീർന്നു, ഇൻഡക്ഷൻ കംപ്ലൈൻ്റ് ആയി, എല്ലാം കൊണ്ടും നല്ല ദിവസമായിരുന്നു. അപ്പോൾ ആ പാൽപ്പായസവും ഇഡ്ഡലിയും ആയിരുന്നു അന്നത്തെ ദിവസത്തെ ഫുൾ ആഹാരം എന്ന് പറയുന്നത്. സൺഡേ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഫുൾ ആഹാരം. ഇത് രണ്ടും മാത്രമായിരുന്നു. അപ്പോൾ ഇഡ്ഡലി പുരാണം ഒന്നും അല്ല എന്നുള്ളത് കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ.